കറിക്കാട്ടിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓണമാണല്ലോ, അപ്പോൾ ഇന്ന് നമുക്ക് ഓണത്തിന് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ പായസം തയ്യാറാക്കാം. ക്യാരറ്റ് പായസം, ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ക്യാരറ്റ് പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂൺ നെയ്യ് ഒഴിച്ചത് നെയ്യ് ഒരുവിധം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് 1/2 കിലോ ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/2 കിലോ ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചതാണ്. നമുക്കിപ്പോൾ വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തും എടുക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് കൊത്തി എരിഞ്ഞും എടുക്കാം. ഇത് നന്നായിട്ട് ഈ നെയ്യിൽ വഴറ്റിയെടുക്കണം. ക്യാരറ്റിൻ്റെ പച്ച ചുവയൊന്ന് മാറാനായിട്ടാണ് നമ്മളിതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കേണ്ടത്. ക്യാരറ്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസമാണ് ക്യാരറ്റ് പായസം. വൈറ്റമിൻ്റെ കലവറ തന്നെയാണ് ക്യാരറ്റ്. വൈറ്റമിൻ എ, B6 എല്ലാം അടങ്ങിയിട്ടുണ്ട് ക്യാരറ്റിനകത്ത്. കുട്ടികൾക്ക് കൊടുക്കാനും വളരെ നല്ലതാണ്. കുട്ടികളല്ലാതെ നമ്മൾ ക്യാരറ്റ് തോരൻ വെച്ച് കൊടുത്താൽ കുട്ടികൾ കഴിക്കത്തില്ലല്ലോ. അപ്പോൾ പായസമായിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടികളത് ഇഷ്ടപ്പെടും. 1/2 കിലോ ക്യാരറ്റ് നന്നായിട്ട് കഴുകി അതിൻ്റെ തൊലിയെല്ലാം നീക്കം ചെയ്ത് ക്ലീൻ ആക്കി എടുക്കുമ്പോഴത്തേക്ക് ഒരു 300 ഗ്രാമോളം ക്യാരറ്റ് കിട്ടണം. ക്യാരറ്റ് സ്കിന്നിനും ഹെയറിനും ഒക്കെ വളരെ നല്ലതാണ്. ഇതിനകത്തോട്ട് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. ഒരു 1/2 കപ്പ് പാല് കൂടി ചേർക്കാം. 1/2 കപ്പ് അളവിൽ പാല് ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ പാലൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്കിതിനെ ഒന്ന് ഇറക്കി ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതൊന്ന് കുറച്ച് തണുത്തതിന് ശേഷം പാലൊഴിക്കാം. ഇപ്പോൾ ക്യാരറ്റ് കുറച്ചൊന്ന് നന്നായിട്ട് വെന്ത് പാലിലും പഞ്ചസാര മിശ്രിതത്തിൽ കിടന്ന് വെന്ത് കുറുകിയിട്ടുണ്ട്. അര കിലോ ക്യാരറ്റിന് 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. രണ്ട് കപ്പ് അളവിലുള്ള പാല് കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ സ്റ്റേജിൽ ചവ്വരി കൂടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ചവ്വരി 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കുക്ക് ചെയ്തെടുത്തതാണ്. അതുകൂടി ഇതിൽ ചേർക്കാം. ചവ്വരി ചേർക്കുമ്പോഴത്തേക്ക് പായസത്തിന് നല്ല ഒരു തിക്നെസ് കിട്ടും. ഇനി പഞ്ചസാര ചേർക്കാം. 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തത്. 1 കപ്പ് പഞ്ചസാര കൂടി ചേർക്കുകയാണ്. ഈ പഞ്ചസാര ഇതിനകത്ത് നന്നായിട്ട് അലിഞ്ഞ് പഞ്ചസാരയും ചവ്വരിയും ക്യാരറ്റും കൂടെ നന്നായിട്ട് ഇതിനകത്ത് വെന്ത് കുറുകി നല്ല ഒരു പരുവത്തിൽ കിട്ടണം. ക്യാരറ്റ് പായസം നമുക്ക് എല്ലാം ചൂടോടുകൂടി കഴിക്കാനും നല്ലതാണ്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാൻ അതിലേറെ ടേസ്റ്റിയാണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ കണ്ടൻസ് മിൽക്ക് കൂടി ചേർക്കാം. കണ്ടൻസ് മിൽക്കും പാലും നെയ്യും ക്യാരറ്റും എല്ലാം കൂടി ചേരുമ്പോഴത്തേക്ക് നല്ല ഒരു ടേസ്റ്റിയാണ്.
കണ്ടൻസ് മിൽക്ക് ഒഴിക്കുമ്പോൾ എപ്പോഴും പായസത്തിൻ്റെ ടേസ്റ്റ് ഡബിൾ ആക്കും. ഒരു ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് കുറച്ചൊന്ന് തിളച്ച് വറ്റിയതിന് ശേഷം ബാക്കി പാൽ കൂടി ഒഴിക്കാം. ഇനി 2 കപ്പ് അളവിൽ പാൽ കൂടി ചേർക്കാം. ക്യാരറ്റ് പായസം നല്ല കളർഫുള്ളാണ്, കാണാനും നല്ലൊരു ഭംഗിയാണ്. ക്യാരറ്റിന് അധികം വേഗമില്ലാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. നന്നായിട്ട് ഏകദേശം പായസം കുറുകി വന്നിട്ടുണ്ട്, ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നട്ട്സും കിസ്മിസും വറുത്തിടാം. ഇനി നമുക്ക് നട്ട്സും കിസ്മിസും വറുത്തിടാം. അതിനാവശ്യമായിട്ടുള്ള നെയ്യ് ഒഴിക്കാം. ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ആദ്യം നട്ട്സ് വറുക്കാം. നട്ട്സിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങുമ്പോഴത്തേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടൈപ്പ് കിസ്മിസും എടുത്തിട്ടുണ്ട്, ബ്ലാക്കും വൈറ്റും എടുത്തിട്ടുണ്ട്. ഇത് 3ഉം കൂടി 1 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. നട്ട്സും കിസ്മിസും എല്ലാം നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും കിസ്മിസും ഈ നെയ്യോട് കൂടി തന്നെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പം നമ്മൾക്ക് കിസ്മിസ് എല്ലാം ചേർക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരെണ്ണം ചേർത്താലും മതി. ഞാനിപ്പോൾ 2 എണ്ണവും ചേർത്തിട്ടുണ്ട്. പായസം എപ്പോഴും നമ്മൾ തയ്യാറാക്കിയതിന് ശേഷം കുറച്ച് ലൂസായിട്ട് തന്നെ ഇറക്കി വെക്കണം. ഏകദേശം ഈ ഒരു പരുവത്തിന് ഇറക്കി വെക്കണം. കാരണം കുറച്ച് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടി തിക്കാവും. പായസം റെഡി ആയതിന് ശേഷം നമ്മൾ കുറച്ചുകൂടി ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി തീ ഓഫ് ചെയ്തതിന് ശേഷം ഇളക്കി കൊടുത്താൽ പാട ചൂടാതിരിക്കും. ക്യാരറ്റ് പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലോട്ട് ഒഴിക്കാം. ഇത് തയ്യാറാക്കി എടുക്കാനായിട്ടൊരു 15-20 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ക്യാരറ്റ് പായസം തയ്യാറാക്കി എടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു പായസമാണ്. കാരണം ക്യാരറ്റിന് അധികം വേഗമില്ലല്ലോ, അപ്പോഴത്തേക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. ക്രഷ് ചെയ്ത ബദാം കൂടി ഇട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ക്യാരറ്റ് പായസം റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് പായസം റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാലും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ്സ് അറിയിക്കണം. കറിക്കാട്ടെന്നുള്ള എൻ്റെ ഈ ചാനൽ തുടങ്ങിയിട്ട് ഈ ഓണത്തിന് 1 വർഷമാകുകയാണ്. കഴിഞ്ഞ ഓണത്തിന് ഏത്തപ്പഴ പായസം ഉണ്ടാക്കിയാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് എല്ലാവരും നല്ല സപ്പോർട്ടാണ് തന്നത്. ഇനിയും അതുപോലെയുള്ള സപ്പോർട്ട് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. കൂടാതെ ഹാപ്പി ഓണം.